സൂപ്പർ അമ്മയും മകളും ഇന്നത്തെ എപ്പിസോഡിൽ ഇനി ഒരു ഡാൻസ് ഡ്രാമ പെർഫോമൻസിന്റെ സമയമാണ്. സോ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഡോക്ടർ ദീപ ആൻഡ് ദേവനന്ദ. ചിലർ അങ്ങനെയാണ്. മണ്ണിന്റെ മാറിലേക്ക് വേരുകൾ ആഴ്ത്തിയിറക്കി അതിലെ വെള്ളവും വളവും വലിച്ചെടുത്ത് പടർന്ന് പന്തലിച്ചതിനു ശേഷം അഹങ്കാരത്തിന്റെ മൂർത്തിരൂപമാകുന്ന വടവൃക്ഷങ്ങളെപ്പോലെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയവൻ ഞാനാണ്. ഇവിടുത്തെ ചലനങ്ങൾ പോലും എന്റെ കാൽ കീഴിലാണ്. എന്നെ ജയിക്കാൻ ഒരു ശക്തിക്കുമാവില്ല. ചലനം ചലനം ജീവിതമഖിലം നിറവായി തെളിവായി മാറുമി വചനം. ചലനം ചലനം ജീവിതമഖിലം നിറവായി തെളിവായി മാറുമി വചനം. ചിന്തിതമൊടുവിൽ വന്നിടും സത്യമായി. ചലനം ചലനം ജീവിതമഖിലം നിറവായി തെളിവായി മാറുമി വചനം. ചിന്തിതമൊടുവിൽ വന്നിടും സത്യമായി. മാറി നിൽക്കൂ. എന്റെ തണലിൽ തളിരിടുന്ന ഒരു ചെറുമരം മാത്രമാണ് നീ. നിന്റെ നിൽപ്പു പോലും എന്നെ ആശ്രയിച്ച് മാത്രമാണ്. എന്റെ ശിഖരങ്ങൾക്ക് ചാരെ നീ എന്തിനു നിൽക്കണം? കാറ്റിലലഞ്ഞ അങ്ങയെ ഞാനൊന്ന് താങ്ങിയതാ. നീ എന്തറിയുന്നു? പെരുമഴ പെയ്യട്ടെ, കൊടുങ്കാറ്റടിക്കട്ടെ, ഇടിമിന്നലുണ്ടാകട്ടെ, എനിക്കൊന്നും സംഭവിക്കില്ല. എന്റെ കാൽച്ചുവട്ടിലുള്ള നീയൊക്കെ ജീവിച്ചിരിക്കുന്നത് പോലും എന്റെ തണലുള്ളതുകൊണ്ടാണ്. നിന്റെ അവസാനം അടുത്തു ചെറുമരമേ. ചലനം ചലനം ജീവിതമഖിലം നിറവായി തെളിവായി മാറുമി വചനം. ചിന്തിതമൊടുവിൽ വന്നിടും സത്യമായി. ഞാൻ ഇത്രത്തോളം ക്രൂരമായി പെരുമാറിയിട്ടും നിനക്കെങ്ങനെയാണ് എന്നെ സഹായിക്കാൻ തോന്നിയത്? എനിക്ക് വേണ്ടിയല്ല, തലമുറകൾക്ക് തണലേകിയ അങ്ങയുടെ നന്മയെ കരുതിയാണ് ഞാൻ എന്റെ ചുമലുകൾ അങ്ങയ്ക്ക് വേണ്ടി നീട്ടുന്നത്. ഉയർന്നു നിൽക്കുന്നതെല്ലാം ഒരു നാൾ നിലംപൊത്തുമെന്ന് നാം തിരിച്ചറിഞ്ഞേ മതിയാവൂ. ആരോഗ്യമുള്ള കാലത്ത് ഒരാളുടെയും സഹായമില്ലാതെ തനിക്കെന്തും ചെയ്ത് ജീവിക്കാനാകുമെന്ന് അഹങ്കരിക്കുന്നവരാണ് നാം. പക്ഷേ ആരെയെങ്കിലുമൊക്കെ ചേർത്ത് പിടിച്ചാലേ, ആരോടെങ്കിലുമൊക്കെ ചേർന്ന് നിന്നാലേ ഈ ലോകത്ത് നിലനിൽക്കാനാകൂ. അതാണ് പ്രകൃതി നിയമം.